പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, ഹോപ്സ് PSCയുടെ പുതിയ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷമീറാണ്. 2024 PSC മത്സര പരീക്ഷകളുടെ ഒരു പെരുമഴക്കാലമാണ്. കൂടുതൽ നിയമന ശുപാർശ നൽകുന്ന PSC പരീക്ഷകളായ LDC, LGS, LPUP, പഞ്ചായത്ത് സെക്രട്ടറി, സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങിയവയുടെ പരീക്ഷകൾ 2024 പകുതിയോടുകൂടി നടക്കുകയാണ്. ഹോപ്സ് PSC ഒരു മഹാവിജയത്തിലേക്ക് കുതിക്കാൻ പോവുകയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഒരു കേസ് സംബന്ധമായിട്ടുള്ള PSC ചോദിച്ച ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഭരണഘടനയിൽ, അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന ബഹുമതി. അതുപോലെ തന്നെ പത്മ ബഹുമതികൾ രാജ്യത്തെ പൗരന്മാർക്ക് തങ്ങളുടെ പേരിനൊപ്പം ഉപയോഗിക്കാം. ഇത് തലക്കെട്ടുകളിൽ ഉൾപ്പെടുന്നില്ല, ഭരണഘടനയുടെ തലക്കെട്ടുകൾ ഉൾപ്പെടുന്നില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ബഹുമതിയും പത്മ ബഹുമതിയും രാജ്യത്തെ പൗരന്മാർക്ക് തങ്ങളുടെ പേരിനൊപ്പം ഉപയോഗിക്കാം. ഇത് ഭരണഘടനയിൽ പറയുന്ന തലക്കെട്ടുകളിൽ പെടുന്നില്ല എന്ന് പ്രതിപാദിച്ചിരുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? ഓപ്ഷൻ കൊടുത്തിരുന്നു. ഓപ്ഷൻ എ ഹുസൈനേര ഖാത്തൂൺ കേസ്, ഓപ്ഷൻ ബി കേശവാനന്ദ ഭാരതി കേസ്, ഓപ്ഷൻ സി ഗോലക്നാഥ് കേസ്, ഓപ്ഷൻ ഡി ഏതാണ് എന്ന് ചോദിച്ചാൽ ബാലാജി രാഘവൻ കേസ്. അപ്പോൾ ഇത്തരം കേസുകളാണ് അത്തരത്തിൽ ഓപ്ഷനായിട്ട് നൽകിയിരുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ബാലാജി രാഘവൻ കേസ്. 1996 ബാലാജി രാഘവനും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിൽ നടന്ന കേസിലാണ് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ബഹുമതിയും അതുപോലെ തന്നെ പത്മ ബഹുമതികളും തങ്ങളുടെ പേരിനൊപ്പം ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. നമുക്കറിയാം, വിവിധങ്ങളായിട്ടുള്ള വ്യക്തികൾ, അതായത് ഭാരതരത്ന സച്ചിൻ ടെണ്ടുൽക്കർ എന്നറിയപ്പെടാറുണ്ട്, ഭാരതരത്ന ഡോക്ടർ BR അംബേദ്കർ എന്നറിയപ്പെടാറുണ്ട്, ഭാരതരത്ന ഇന്ദിരാഗാന്ധി എന്നറിയപ്പെടാറുണ്ട്. അത്തരത്തിലൊക്കെ വ്യക്തികളോടൊപ്പം നമ്മൾ വാർത്തകളിലൊക്കെ പറയുമ്പോൾ, ചില പ്രോഗ്രാമുകളിലൊക്കെ പറയുമ്പോൾ അത്തരത്തിൽ ഈ ഒരു ബഹുമതി പേര് കൂട്ടി വായിക്കാറുണ്ട്, അറിയപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പത്മശ്രീ മമ്മൂട്ടി, പത്മശ്രീ മോഹൻലാൽ എന്നൊക്കെ നമ്മൾ കേൾക്കപ്പെടാറുണ്ട്. അത് ഈ ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ 1997 വിധിക്കു ശേഷം അത്തരത്തിൽ പൗരന്മാർക്ക് അവരുടെ പേരിനൊപ്പം ഉപയോഗിക്കുവാൻ അനുമതി നൽകി എന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ടും ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടുള്ള, അതായത് നമുക്കറിയാം ഈ പദവിനാമങ്ങൾ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18 എന്നുള്ളതാണ്. മൗലികാവകാശങ്ങൾ തന്നെ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. അതായത് തലക്കെട്ടുകൾ, പദവിനാമങ്ങൾ അത്തരത്തിൽ നിർത്തലാക്കുന്നു എന്ന് ആർട്ടിക്കിൾ 18 പ്രതിപാദിച്ചിരിക്കുന്നു. പദവിക നാമങ്ങൾ നിർത്തലാക്കുന്നു, തലക്കെട്ടുകൾ നിർത്തലാക്കുന്നു. 18 ക്ലോസ് 1 പ്രതിപാദിച്ചിരിക്കുന്നു: അക്കാദമി, മിലിറ്ററി ബഹുമതികൾ ഒഴികെ യാതൊരു വിധമായിട്ടുള്ള ബഹുമതികളും രാജ്യത്തെ പൗരന്മാർ തങ്ങളുടെ പേരിനൊപ്പം ഉപയോഗിക്കുവാൻ പാടില്ല. ഉപയോഗിക്കുവാൻ പറ്റുന്നത് പ്രധാനമായിട്ടും അക്കാദമി ബഹുമതികളായ, അതായത് ഡോക്ടർ എന്ന് പറയുന്ന പദവി പൗരന്മാർക്ക് പേരിനൊപ്പം ഉപയോഗിക്കാം. അഡ്വക്കേറ്റ് അക്കാദമി ഡിഗ്രിയാണ്, അത് അഡ്വക്കേറ്റ് എന്ന പേരിൽ അത്തരത്തിൽ ഉപയോഗിക്കാം. അത്തരത്തിൽ മേജർ പദവി, അത് പ്രധാനമായിട്ടും അത്തരത്തിൽ മിലിറ്ററി പദവിയാണ്. ലഫ്റ്റനന്റ് കേണൽ പദവി, സുബേദാർ പദവി, അത്തരത്തിലൊക്കെ പ്രധാനമായിട്ടും ഉപയോഗിക്കാം, പേരിനൊപ്പം ഉപയോഗിക്കാം എന്ന് അത്തരത്തിൽ ആർട്ടിക്കിൾ 18 ക്ലോസ് 1 പ്രതിപാദിച്ചു. അതായത് അക്കാദമി, മിലിറ്ററി ബഹുമതികൾ മാത്രമാണ് രാജ്യത്തെ പൗരന്മാർക്ക് പേരിനൊപ്പം ഉപയോഗിക്കാൻ കഴിയുന്നത്. മറ്റൊരു വിധമായിട്ടുള്ള ബഹുമതികളും പേരിനൊപ്പം ഉപയോഗിക്കാൻ സാധ്യമല്ല. ഈ ആർട്ടിക്കിൾ 18 ക്ലോസ് 1 അടിസ്ഥാനപ്പെടുത്തിയാണ് നേരത്തെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുള്ള 1996 ബാലാജി രാഘവൻ കേസ്. അവിടെ പറയുന്നു ഭാരതരത്ന ബഹുമതി അതുപോലെ തന്നെ പത്മ ബഹുമതി തലക്കെട്ടുകൾ ഉൾപ്പെടുന്നില്ല, അത് ബഹുമതികളാണ്, പക്ഷേ പേരിനൊപ്പം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലാണ് 18 ക്ലോസ് 2 പ്രതിപാദിച്ചിരിക്കുന്നു: രാജ്യത്തെ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ബഹുമതികൾ തങ്ങളുടെ പേരിനൊപ്പം ഉപയോഗിക്കുവാൻ പാടില്ല. അതായത് രാജ്യത്തെ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ബഹുമതികൾ പേരിനൊപ്പം ഉപയോഗിക്കുവാൻ പാടില്ല. ഈ അടുത്ത് തന്നെ നമ്മുടെ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിൽ തിരുവിതാംകൂറിലെ രാജവംശത്തിൽ ഉൾപ്പെട്ടുള്ള തമ്പുരാട്ടിക്ക് പ്രധാനമായിട്ടും ഫ്രഞ്ച് സർക്കാരിൻ്റെ
പരമോന്നത ബഹുമതിയായിട്ടുള്ള ഔദ്യോഗിക ബഹുമതിയായിട്ടുള്ള ഷെവലിയാർ പട്ടം കിട്ടുന്നു. അതുപോലെ തന്നെ അത്തരത്തിൽ ശശി തരൂരിന് ഷെവലിയാർ പട്ടം കിട്ടുന്നു. അത്തരത്തിൽ ഓരോ രാജ്യത്തിനും വിവിധങ്ങളായിട്ടുള്ള ബഹുമതികളുണ്ട്. രാജ്യത്തെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഈ ബഹുമതികൾ പ്രധാനമായിട്ടും ലഭിക്കാറുണ്ട്. അപ്പോൾ ആ ബഹുമതി, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ബഹുമതികൾ രാജ്യത്തെ പൗരന്മാർ തങ്ങളുടെ പേരിനൊപ്പം യാതൊരു കാരണവശാലും ഉപയോഗിക്കുവാൻ പാടില്ല. അത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളതാണ്. അത്തരത്തിലെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18 ക്ലോസ് 2 എന്നുള്ളത്. ആർട്ടിക്കിൾ 18 ക്ലോസ് 3 വരുമ്പോൾ രാഷ്ട്രത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ബഹുമതികൾ തങ്ങളുടെ പേരിനൊപ്പം ഉപയോഗിക്കുവാൻ പാടില്ല. നമുക്കറിയാം, രാഷ്ട്രത്തിനു കീഴിൽ വിവിധങ്ങളായിട്ടുള്ള വ്യക്തികൾ പ്രധാനമായിട്ടും അത്തരത്തിൽ പ്രവർത്തിക്കപ്പെടാറുണ്ട്. ചിലപ്പോൾ നയതന്ത്രപരമായിട്ടായിരിക്കും, ആഭ്യന്തരപരമായിട്ടായിരിക്കും, മറ്റു രാജ്യങ്ങളുടെ സഹകരണവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പ്രധാനമായിട്ടുമൊക്കെ പ്രവർത്തിക്കാറുള്ള വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ബഹുമതികൾ തങ്ങളുടെ പേരിനൊപ്പം ഉപയോഗിക്കുവാൻ പാടില്ല എന്ന ആർട്ടിക്കിൾ 18 ക്ലോസ് 3 പ്രതിപാദിച്ചിരിക്കും. ആർട്ടിക്കിൾ 18 ക്ലോസ് 4 വരുമ്പോൾ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്, അതായത് രാജ്യത്തെ പൗരന്മാരും അതുപോലെ തന്നെ രാഷ്ട്രത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരും പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പുരസ്കാരങ്ങൾ സ്വീകരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. പുരസ്കാരങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. നമുക്കറിയാം, വിവിധങ്ങളായുള്ള പുരസ്കാരങ്ങൾ രാജ്യത്തെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടാറുണ്ട്. അതായത് നൊബേൽ പുരസ്കാരമായാലും മാക്സസെ പുരസ്കാരമായാലും അതുപോലെ തന്നെ ഓസ്കാർ പുരസ്കാരമായാലും. അപ്പോൾ അതൊക്കെ പ്രധാനമായിട്ടും വാങ്ങണമെങ്കിൽ നമ്മുടെ രാഷ്ട്രപതിയുടെ അനുമതി വേണം. അനുമതിയില്ലാതെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്, മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. അതാണ് ആ ആശയം കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് രാജ്യത്തെ പൗരന്മാരും രാഷ്ട്രത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരും പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ബഹുമതികൾ സ്വീകരിക്കുവാൻ പാടില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ബഹുമതികൾ അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ സ്വീകരിക്കുവാൻ പാടില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 18 ക്ലോസ് 4 എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഭാരതരത്നയെ പറ്റി നമ്മൾ പറഞ്ഞു. ഭാരതരത്നയുമായി ബന്ധപ്പെട്ട് അടുത്ത പരീക്ഷകൾക്ക് ചോദിക്കും, ഉറപ്പാണ്. 2024 അടുത്താണ് ഭാരതരത്ന ബഹുമതികൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അത്തരത്തിലാണ്. അപ്പോൾ 2024 ചരിത്രത്തിലാദ്യമായി ഒരു കാലയളവിൽ, അതായത് ഒരു വർഷം 5 പേർക്ക് ഭാരതരത്ന ബഹുമതികൾ കൊടുക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു സമയം 5 വ്യക്തികൾക്ക് ഭാരതരത്ന പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിൽ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് 2024 ആദ്യമായിട്ട് ഭാരതരത്ന പ്രഖ്യാപിക്കപ്പെട്ടത് പ്രധാനമായിട്ടും ആർക്കാണ് എന്ന് ചോദിച്ചാൽ കർപ്പൂരി ഠാക്കൂർ എന്ന് പറയുന്ന വ്യക്തിക്ക്. അപ്പോൾ 5 വ്യക്തികൾക്ക് 2024 ഭാരതരത്ന ലഭിച്ചു. ഒന്നാമതായിട്ട് ലഭിച്ചത് കർപ്പൂരി ഠാക്കൂർ. അദ്ദേഹം ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ബീഹാറിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? അത് നിതീഷ് കുമാറാണ്. അതൊക്കെ പരീക്ഷകൾക്ക് വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് കർപ്പൂരി ഠാക്കൂർ ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. ബീഹാറിന്റെ ജനനായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ബീഹാറിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഉപജ്ഞാതാവെന്നൊക്കെ, അത്തരത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ്. ഇനി രണ്ടാമത് പ്രധാനമായിട്ടും ലഭിച്ചിട്ടുള്ളത് അതായത് ലാൽകൃഷ്ണ അദ്വാനിക്കാണ്, LK അദ്വാനിക്കാണ്. അതായത് ഏറെക്കാലം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന, അതുപോലെ തന്നെ രാജ്യസഭയിൽ MP ആയിരുന്ന, ലോക്സഭ MP ആയിരുന്ന, കേന്ദ്രമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ള, അതുപോലെ തന്നെ പ്രധാനമായിട്ടും അത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനസംഘത്തിൻ്റെയൊക്കെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള വ്യക്തിയാണ് ലാൽകൃഷ്ണ അദ്വാനി. അദ്ദേഹത്തിനും 2024 ഭാരതരത്ന ലഭിച്ചു. ഇനി അടുത്ത മൂന്നാമത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ PV നരസിംഹറാവു ആണ്. അതായത് 1992 രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന, പഞ്ചായത്തി രാജ് സംവിധാനം രാജ്യത്ത് നടപ്പിലാക്കിയ സമയത്ത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന, പുത്തൻ സാമ്പത്തിക നയത്തിന്, സാമ്പത്തിക ഉദാരവൽക്കരണത്തിനൊക്കെ പ്രധാനമായിട്ടും നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവുവിനാണ് അത്തരത്തിൽ മൂന്നാമതായിട്ട് ഭാരതരത്ന ലഭിച്ചത്. പിന്നീട് നാലാമത്തെ വ്യക്തി 2024 ഭാരതരത്ന ലഭിച്ച നാലാമത്തെ വ്യക്തിയാണ് ചൗധരി ചരൺ സിംഗ് എന്നുള്ളത്. അതായത് രാജ്യത്തെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന, ഏറ്റവും കുറച്ചുകാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം
ദിനമാണ് ഡിസംബർ 23 ദേശീയ കർഷക ദിനം. എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട് ഔദ്യോഗികമായിട്ട് ആചരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് 5-മത്തെ വ്യക്തിയാണ് നമുക്കേറെ സുപരിചിതമുള്ള PSC അടുത്ത് പ്രസ്താവന രീതിയിലൊക്കെ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഡോക്ടർ MS സ്വാമിനാഥൻ. MS-ന്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിച്ചിട്ടില്ല. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ്. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. അദ്ദേഹം അന്തരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് PSC. 2023 സെപ്റ്റംബർ 28 അന്തരിച്ചു. അതായത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് അദ്ദേഹം. ഇന്ത്യയിലെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സബർമതി സോനോറ എന്ന് പറയുന്ന അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് വിത്തനം വികസിപ്പിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നുള്ളത്. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നുള്ളതാണ്. അപ്പോൾ പിന്നീടും അവിടെ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ അത്തരത്തിലുള്ള വസ്തുതകളൊക്കെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ 5-മത്തെ വ്യക്തി, അതായത് 5 വ്യക്തി: 1 കർപ്പൂരി ഠാക്കൂർ, 2 ലാൽ കൃഷ്ണ അദ്വാനി, 3 ചൗധരി ചരൺ സിംഗ്, 4 PV നരസിംഹറാവു, 5 ഡോക്ടർ MS സ്വാമിനാഥനാണ്. അപ്പോൾ MS സ്വാമിനാഥനും ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് അദ്ദേഹം. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയെന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ്. PSC ചോദിച്ചുകൊണ്ട് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യയിലെ ഗേഹം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ അത് ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യത്തെയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യയിലെ ഗേഹം നമുക്കറിയാം. ഭാരതരത്ന 2019 ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ചോദിച്ചുള്ളതാണ് PSC. പ്രണബ് മുഖർജി, ഭൂപ്പൻ ഹസാരിക, നാനാജി ദേശ്മുഖാണ്. പ്രണബ് മുഖർജി, ഭൂപ്പൻ ഹസാരിക, നാനാജി ദേശ്മുഖ്. 2024 ഭാരതരത്ന ലഭിച്ചവരിൽ 4 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന ലഭിച്ചു. 2024 ഒരാൾക്കും മരണാനന്തര ബഹുമതിയല്ല, അത് LK അദ്വാനിക്കാണ് മരണാനന്തര ബഹുമതി അല്ലാതെ ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാം ഭാരതരത്ന കൊടുത്തു തുടങ്ങിയത് 1954 മുതലാണ് ഭാരതരത്ന രാജ്യത്ത് കൊടുത്തു തുടങ്ങിയത്. അതായത് ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് 1954 ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് C രാജഗോപാലാചാരി, CV രാമൻ, അതുപോലെ തന്നെ ഡോക്ടർ S രാധാകൃഷ്ണൻ. സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന, രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു. നമുക്കറിയാം രാജ്യസഭയുടെ ചെയർമാനായിട്ട് എപ്പോഴും വരുന്നത് ഉപരാഷ്ട്രപതിയായിരിക്കും. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ ചെയർമാൻ എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 64. അതൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ നിലവിലെ രാജ്യസഭയുടെ ചെയർമാൻ ജഗദീപ് ധൻഖറാണ്. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം. അപ്പോൾ അത്തരത്തിൽ പ്രധാനമായിട്ടും 3 വ്യക്തികൾക്കാണ് 1954 ഭാരതം ലഭിച്ചത്. 1 C രാജഗോപാലാചാരി, 2 ഡോക്ടർ S രാധാകൃഷ്ണൻ, 3 CV രാമൻ തുടങ്ങിയ വ്യക്തികൾക്കാണ് എന്നുള്ളതാണ്. പിന്നീട് ഭാരതരത്ന ലഭിച്ചിട്ടുള്ള എത്ര വനിതകൾക്ക് ഇതുവരെ ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 5 വനിതകളാണ്. 1 ആരെയെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്, 2 മദർ തെരേസയാണ്, 3 അരുണ ആസിഫ് അലിയാണ്, 4 MS സുബ്ബലക്ഷ്മിയാണ്, 5 ലതാ മങ്കേഷ്കറാണ്. അതായത് ഇന്ദിരാഗാന്ധി, മദർ തെരേസ, അതുപോലെ തന്നെ അരുണ ആസിഫ് അലി, MS സുബ്ബലക്ഷ്മി, ലതാ മങ്കേഷ്കർ. അത്തരത്തിൽ ഈ വ്യക്തികൾക്കൊക്കെ ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ഭാരതരത്ന ലഭിച്ചിട്ടുള്ള വനിതകളാണ് അവർ. ഇനി ഭാരതരത്ന ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ചോദിച്ചുകൊണ്ട് അത് DK കാർവെയാണ്. DK കാർവെ. ഭാരതരത്ന ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അതാരെന്ന് ചോദിച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും മലയാളിയായിട്ടുള്ള, അതായത് പൂർണ്ണമായും മലയാളിയായിട്ടുള്ള ഒരു വ്യക്തിക്കും ഇതുവരെ ഭാരതരത്ന ലഭിച്ചിട്ടില്ല. എന്നാൽ മലയാളി പശ്ചാത്തലമുള്ള ഒരു വ്യക്തിക്ക്, അതായത് പാലക്കാട്ട് ജനിച്ചു, പിന്നീട് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള MGRന് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം പ്രധാനമായിട്ടും മലയാളി പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. മലയാളി ആയിട്ടുള്ള ഒരു വ്യക്തിക്കും അത്തരത്തിൽ പ്രധാനമായിട്ടും പൂർണ്ണമായിട്ട് അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ച് താമസിച്ച് അത്തരത്തിലുള്ള ഒരു വ്യക്തിക്കും എന്ത് ലഭിച്ചിട്ടില്ല, ഭാരതരത്ന ലഭിച്ചിട്ടില്ല. അപ്പോൾ പരീക്ഷകൾക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക ഇനിയുള്ള പരീക്ഷകൾക്ക്. ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായതായിട്ട് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ സംശയം നമ്മുടെ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.